സോ ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഇന്നലത്തെ ന്യൂസിൽ ഉണ്ടായിരുന്നതായിരുന്നു, സ്റ്റിയറിംഗ് ദ ഡീകാർബണൈസേഷൻ ഓഫ് ഇന്ത്യാസ് ലോജിസ്റ്റിക് സെക്ടർ. അത് നമ്മൾ ഡീകാർബണൈസേഷനെ പറ്റിയിട്ട് ഐ തിങ്ക് ഒരു 2 ദിവസം മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിരുന്നു തോന്നുന്നു. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ടോപ്പിക്ക് ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ന്യൂസിൽ വരുന്നുണ്ട്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് കൂടിയാണ്. നമുക്ക് എല്ലാ സെഷനിലെയും പോലെ നമുക്കിതിൻ്റെ പ്രിലിംസ് ആൻഡ് മെയിൻസ് ആ ഒരു പെർസ്പെക്റ്റീവ് നോക്കിയിട്ട് we can look into the background and other topics related to the decarbonization. സോ പ്രിലിംസിൽ ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 വരുന്നതാണ്. നമുക്കറിയാം കറണ്ട് ഇവൻറ്റ്സ് ഓഫ് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസിലുള്ളതാണ്. അതേപോലെ മെയിൻസിൽ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 ഇൻഫ്രാസ്ട്രക്ചർ, എനർജി, പോർട്സ്, റോഡ്സ്, എയർപോർട്ട്സ്, റെയിൽവേസ്, മെയിൻലി ഇൻഫ്രാസ്ട്രക്ചറിന് അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, സോ നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലോട്ട് പോവാം. സോ വികസിത് ഭാരത് നമ്മളിപ്പോൾ ഒരുപാട് തവണ ഇപ്പോൾ ന്യൂസിലൊക്കെ വരുന്ന കാര്യമാണ് അല്ലേ. We are planning to make India self-reliant by 2047. So, Vikasit Bharat is not just a vision, but a commitment to building a stronger, self-reliant India by 2047, with inclusive development at its core, ensuring that growth benefits every citizen, business, and region. So, and achieving this goal, however, is not possible without a logistics sector that is large, efficient, and future-ready. And while infrastructure efficiency and accessibility are crucial, one vital factor that must not be overlooked is environmental sustainability. As one of the most carbon intensive logistics sectors globally, India needs a green transformation to meet its net zero carbon emission target by 2070 by significantly reducing emissions from transportation, warehousing, and the entire supply chain. സോ എന്താണ് ഇപ്പോൾ നമ്മൾ ഇതിൽ ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇന്ത്യാസ് ലോജിസ്റ്റിക് സെക്ടർ വിച്ച് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് കാർബൺ ഇൻറ്റൻസീവ് ഇൻ ദ വേൾഡ് നീഡ്സ് ടു അണ്ടർഗോ ഗ്രീൻ ട്രാൻസ്ഫോർമേഷൻ. സോ ദ കോർ ഐഡിയ എന്ന് പറയുന്നത് ഈസ് ദാറ്റ് അച്ചീവിംഗ് ദ വിഷൻ ഓഫ് വികസിത് ഭാരത് ബൈ 2047 റിക്വയർസ് എ റോബസ്റ്റ്, എഫിഷ്യൻറ്റ് ആൻഡ് ഫ്യൂച്ചർ റെഡി ലോജിസ്റ്റിക് സെക്ടർ എന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചറും അതേപോലെ ഈ ഒരു സെക്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള ആക്സസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് അല്ലേ ഈ ഒരു അടുത്ത കാലങ്ങളിലായിട്ട്. സോ വൈൽ ഇംപ്രൂവിങ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ആക്സസിബിലിറ്റി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്നും പറയാനില്ല, അതിൽ തർക്കമില്ല. ബട്ട് എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു ഫാക്ടറാണ് ഇതിൽ അല്ലേ. സോ ഇന്ത്യയുടെ ലോജിസ്റ്റിക് സെക്ടർ എന്ന് പറയുന്നത് വളരെ കാർബൺ ഇൻറ്റൻസീവ് ആണ്. അതേപോലെ തന്നെ ഒരു ഗ്രീൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് വളരെ എസെൻഷ്യൽ ആണ് ടു റെഡ്യൂസ് എമിഷൻസ് ആൻഡ് ഹെൽപ്പ് ദ കൺട്രീസ് റീച്ച് ഇറ്റ്സ് നെറ്റ് സീറോ കാർബൺ ഗോൾ ബൈ 2070. ഈ ഒരു നെറ്റ് സീറോ കാർബൺ ഗോൾ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നു. നെറ്റ് സീറോ എന്ന് പറയുന്നത് നമ്മൾ ബാലൻസ് ചെയ്യാണ്, അതായത് ദ എമൗണ്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ് എമിറ്റഡ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ വിത്ത് ദ ഇക്വലൻറ്റ് എമൗണ്ട് റിമൂവ്ഡ് ഓർ ഓഫ്സെറ്റ്, സോ ദ നെറ്റ് കാർബൺ എമിഷൻസ് ബിക്കം സീറോ. സോ നമ്മൾ എമിറ്റ് ചെയ്യുന്നതും അതേപോലെ തന്നെ അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ നമ്മൾ കളയുന്നതും തമ്മിലുള്ള ആ ഒരു ബാലൻസിങ് ആണ് ഈ ഒരു നെറ്റ് സീറോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് എങ്ങനെയൊക്കെ ഇത് റെഡ്യൂസ് ചെയ്യാം, എമിഷൻസ് എങ്ങനെയൊക്കെ റെഡ്യൂസ് ചെയ്യാം, നമുക്കത് ക്ലീനർ എനർജി സോഴ്സസ് എന്ന സംഭവങ്ങൾ എടുക്കാം. അതേപോലെ തന്നെ ഇലക്ട്രിക് വെഹിക്കിൾസ് നല്ലതാണ്, പിന്നെ എഫിഷ്യൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ എക്സെട്ര, പിന്നെ കാർബൺ റിമൂവ് ചെയ്യാം നമുക്ക് ഫോറസ്റ്റുകളും, അതേപോലെ തന്നെ കാർബൺ ക്യാപ്ചർ ടെക്നോളജിയും ഒരുപാട് വേറെ അതർ നാച്ചുറൽ മെത്തേഡ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കാർബൺ റിമൂവ് ചെയ്യാം. അതേപോലെ ഇൻവെസ്റ്റിംഗ് ഇൻ പ്രൊജക്ട്സ് ദാറ്റ് അബ്സോർബ് ഓർ പ്രിവെൻറ്റ് കാർബൺ എമിഷൻസ് അല്ലേ. സോ the goal is to stop contributing to global warming by not adding extra carbon dioxide to the atmosphere എന്നുള്ളതാണ്. സോ നമുക്കറിയാം ഈ ലോജിസ്റ്റിക് സെക്ടർ എന്നാണ് ഏറ്റവും കൂടുതൽ എമിഷൻസ് ഉണ്ടാവുന്നത്. സോ ദ ലോജിസ്റ്റിക് സെക്ടർ ഈസ് എ മേജർ എമിറ്റർ ഓഫ് കാർബൺ. എന്തുകൊണ്ടാണ്? മെയിൻലി ഡ്യൂ ടു ദ ഓയിൽ കമ്പഷൻ എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, ഈ ഓയിൽ കമ്പഷനും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അണ്ടറിൽ സാറ് എടുക്കുന്നതായിരിക്കും. സോ ആൻഡ് അതൊരു 13.5% ഇന്ത്യയുടെ ടോട്ടൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഏത്? ഈ ഒരു ലോജിസ്റ്റിക് സെക്ടറിൽ നിന്നുള്ള കാർബൺ എമിഷൻ. നെക്സ്റ്റ് റോഡ് ട്രാൻസ്പോർട്ട് വഴിയാണ്. റോഡ് ട്രാൻസ്പോർട്ട് ആണ് ദ ലാർജസ്റ്റ് കോൺട്രിബ്യൂട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റോഡ് ട്രാൻസ്പോർട്ട് മാത്രം 88% ഓഫ് ലോജിസ്റ്റിക് റിലേറ്റഡ് എമിഷൻസ് അത് നടക്കുന്നതെല്ലാം റോഡ് ട്രാൻസ്പോർട്ടിൽ നിന്നാണ്. And nearly 90% of passenger travel and 70% of freight movement rely on roads. Okay,
പിന്നെ ചൈനയും നമ്മുടെ US ഒക്കെ ഈ ഒരു ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതായത് ഈ റോഡ് ട്രാൻസ്പോർട്ട് വഴി അല്ലാണ്ട് അവർ വേറെ ഫ്ലൈറ്റ് മൂവ്മെന്റിന് വേണ്ടി വേറെ ഒരുപാട് സംഭവങ്ങളാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ വഴിയെ പറയാം. And trucks are responsible for 38% of total carbon dioxide emission. ആൻഡ് അതർ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡൊമസ്റ്റിക് ഏവിയേഷൻ എന്ന് പറയുന്നത് ഒരു 4% ആണ് എമിറ്റ് ചെയ്യുന്നത്. ഇത് മറ്റേ റോഡ് ട്രാൻസ്പോർട്ടായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ കുറവാണല്ലോ. അതേപോലെ ഈ കോസ്റ്റലും ആൻഡ് ഇൻലാൻഡ് ഷിപ്പിങ്ങും അതും റോഡ് ട്രാൻസ്പോർട്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറച്ച് എമിഷനാണ് നടത്തുന്നത്. ആൻഡ് വെയർ ഹൗസസ് വിച്ച് സപ്പോർട്ട് ഫ്രൈറ്റ് മൂവ്മെൻറ്റ് ഓൾസോ കോൺട്രിബ്യൂട്ട് സിഗ്നിഫിക്കൻ്റ്ലി ടു എമിഷൻസ് ഡ്യൂ ടു ഹൈ എനർജി യൂസ്. ഇവിടെ ഉള്ളൊരു കോർ ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബാലൻസിങ് എക്കണോമിക് ഗ്രോത്ത് വിത്ത് എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കലാണ് അല്ലേ. സോ നമുക്കറിയാം ഇമീഡിയറ്റ് ആക്ഷൻ ഈസ് നെസസറി ടു അഡ്രസ് ദ കാർബൺ ഇമ്പാക്റ്റ് ഓഫ് മൊബിലിറ്റി ആൻഡ് ലോജിസ്റ്റിക്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ലോജിസ്റ്റിക്സ് സെക്ടറാണ് ഏറ്റവും കൂടുതൽ ഇത് എമിഷൻ നടത്തുന്ന ഒരു സെക്ടർ എന്ന് പറയുന്നത് ലോജിസ്റ്റിക്സ് ആണ്. അപ്പോൾ നമുക്ക് ഇനിയൊരു ഫ്യൂച്ചറിസ്റ്റിക് അപ്രോച്ചസ് നോക്കാം ഫോർ ഗ്രീനിങ് ലോജിസ്റ്റിക്സ്. സോ ഗ്ലോബൽ ബെസ്റ്റ് പ്രാക്ടീസസ് എന്ന് പറയുന്നത് ഒന്ന് റോഡിൽ നിന്ന് റെയിൽ ഷിഫ്റ്റ് നടത്തുക എന്നുള്ള റെയിൽവേസിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു ട്രാൻസ്പോർട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചൈനയും US ഒക്കെ സക്സസ്ഫുള്ളി അവരുടെ ആ ഒരു ഫ്രൈറ്റ് ട്രാൻസ്പോർട്ട് റോഡിൽ നിന്നും റെയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്, വിച്ച് എമിറ്റ് സിഗ്നിഫിക്കൻ്റ്ലി ലെസ് കാർബൺ. ആൻഡ് ചൈനയുടെ ഇപ്പോൾ റെയിൽ ഫ്രൈറ്റ് ഷെയർ എന്ന് പറയുന്നത് തന്നെ ഓൾമോസ്റ്റ് 50% ബാക്ക്ഡ് ബൈ ഹെവി ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അവർ അത്യാവശ്യം നല്ല രീതിക്കാണ് ഈ ഒരു റെയിൽ ഫ്രൈറ്റ് ഷെയറിന് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ US ഹാസ് ഓൾസോ മെയ്ഡ് റെയിൽ വൺ ഓഫ് ദ ഏർലി ഡീകാർബണൈസ്ഡ് ഫ്രൈറ്റ് ഓപ്ഷൻസ്. ഇനി നമ്മൾ നോക്കുന്നത് ഇന്ത്യയുടെ ആ ഒരു റെയിൽ പൊട്ടൻഷ്യലാണ്. നമുക്കറിയാം വേൾഡിൽ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് റെയിൽവേ കണക്ടിവിറ്റി ഉള്ളൊരു കൺട്രിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. സോ ഇന്ത്യ ഷുഡ് ഇൻക്രീസ് ദ ഷെയർ ഓഫ് റെയിൽവേസ് ഇൻ ഫ്രൈറ്റ് ട്രാൻസ്പോർട്ട് ടു റെഡ്യൂസ് എമിഷൻസ് ആൻഡ് എൻഹാൻസ് എഫിഷ്യൻസി. അല്ലേ, ശരിയല്ലേ? അപ്പോൾ നമ്മൾ റെയിൽവേസിലോട്ട് കൂടുതൽ ഇത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് എമിഷൻ തടയാൻ വേണ്ടി സാധിക്കും. ആൻഡ് ഇന്ത്യൻ റെയിൽവേസ് ഹാവ് ഓൾറെഡി അഡോപ്റ്റഡ് ഇലക്ട്രിഫിക്കേഷൻ, മേക്കിംഗ് ദം എ നിയർ സീറോ കാർബൺ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് അല്ലേ. ദെൻ നമുക്ക് നെക്സ്റ്റ് നമുക്ക് നോക്കാൻ പോകുന്ന ഇതെന്ന് പറയുന്നത് കോസ്റ്റൽ ഷിപ്പിങ്ങും ഇൻലാൻഡ് വാട്ടർവേസിലൂടെയും ഉള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ കോസ്റ്റൽ ഷിപ്പിംഗ് ഇൻലാൻഡ് വാട്ടർവേസ് ഒക്കെ റോഡ് ട്രാൻസ്പോർട്ടായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ലെസ് എമിഷനാണ് നടത്തുന്നത് അല്ലേ. സോ ദിസ് ഹാവ് എ ഹ്യൂജ് പൊട്ടൻഷ്യൽ ഫോർ ഡീകാർബണൈസേഷൻ. അപ്പോൾ ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ എയിംസ് ടു കട്ട് ഗ്ലോബൽ shipping emission by 50% by 2050. So cleaner fuels being promoted are ammonia, hydrogen, LNG, biofuels, methanol and electricity. So India can advance by using LNG powered vessels and solar electric boats, electric or biofuel run barges etc. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞത് ദ സിഗ്നിഫിക്കൻറ്റ് പൊട്ടൻഷ്യൽ ഓഫ് ദ മാരിടൈം സെക്ടർ ഫോർ ഡീകാർബണൈസേഷൻ എന്നുള്ളതാണ്. സോ IMO ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ന്യൂസിലും അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഈ ഒരു സംഭവം കാണുന്നതാണ് IMO. സോ IMO ടാർഗറ്റ് ചെയ്യുന്നത് 50% റിഡക്ഷൻ ഇൻ ഗ്ലോബൽ ഷിപ്പിംഗ് എമിഷൻ ബൈ 2050 എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്ലീനർ ഫ്യൂവൽസ് അതായത് അമോണിയ, ഹൈഡ്രജൻ, LNG, ബയോഫ്യൂവൽസ്, മെഥനോൾ, ഇലക്ട്രിസിറ്റി, അപ്പോൾ ഈ ഒരു സെക്ടർ ഇതിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ we can reduce the emission very significantly. Okay, so India with its growing shipping and inland waterways network can contribute to this green shifting. അപ്പോൾ നമ്മൾ 3 പോയിന്റ് നേരത്തെ മെൻഷൻ ചെയ്തിരുന്നു. ഒന്ന് LNG ആണ്, അതായത് LNG പവേർഡ് വെസൽസ് വളരെ ലോ എമിഷൻസ് ആണ്. ആൻഡ് സോളാർ ഇലക്ട്രിക് ബോട്ട്സ് ആണ് ഫോർ റിന്യൂവബിൾ പ്രൊപ്പൽഷൻ ആൻഡ് ഓൾ. Electric and biofuel run barges for sustainable cargo transport. So these steps can help India align with global goals while boosting eco-friendly logistics. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എയർ ട്രാൻസ്പോർട്ട് വഴിയുള്ളതാണ്. സോ അതൊരു വളരെ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്, ടഫസ്റ്റ് ടു ഡീകാർബണൈസ്. എയർ ട്രാവൽ മെയിൻലി റിലേ ചെയ്യുന്നത് റിഫൈൻഡ് ഫ്യൂവൽസിലാണ്, നമുക്കറിയാം. സോ അതൊരു ഗ്രീനോട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് അത് വളരെ കോസ്റ്റ്ലിയാണ്, ഡിഫിക്കൽട്ടുമാണ്. So improvements in sustainable aviation fuels and greener ground logistics can offset some emissions. Okay.
ഇമ്പ്രൂവ്മെൻറ്റ് ഇൻ സസ്റ്റൈനബിൾ ഏവിയേഷൻ ഫ്യൂവൽസും അതേപോലെ തന്നെ ഗ്രീനർ ഗ്രൗണ്ട് ലോജിസ്റ്റിക്സും വിച്ച് ക്യാൻ ഓഫ്സെറ്റ് സം ഓഫ് ദി എമിഷൻസ്. സോ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് വെയർഹൗസിങ്ങിലോട്ടാണ്, വിച്ച് ഈസ് എ മേജർ ബട്ട് ഓവർലുക്ക്ഡ് എമിറ്റർ. So warehouses consume high energy, adding to emissions. Shifting to renewable energy sources like solar, wind, and geothermal can drastically reduce their carbon footprint. സോ നമുക്ക് ഇനി നമ്മുടെ ഇതൊരു കൺക്ലൂഡ് ചെയ്യാം, നമുക്ക് നമ്മുടെ ഈ ഒരു ടോപ്പിക്ക് ഗ്രീനിങ് ഇന്ത്യാസ് ലോജിസ്റ്റിക് സെക്ടർ. So, prioritize decarbonization not only to cut emissions but to create a competitive, resilient, and future ready logistic industry. So, increase the modal share of railways in freight transport to reduce dependence on road transport. Invest in infrastructure for electric trucks and highways, including pilot projects like Delhi Jaipur Electric Corridor to modernize and green route freight. So develop robust policy frameworks, incentives, and public-private partnership to drive green logistic transformation. The foundation for sustainable logistics has been laid. Now is the time to scale and speed up the transformation. Okay. So ഈ ഒരു ടോപ്പിക്ക് പറയുന്നത്, സോ നമ്മളൊന്ന് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ദ ഫോക്കസ് എന്ന് പറയുന്നത് ടു ഷിഫ്റ്റ് പ്രയോറിറ്റൈസിങ് ഡീകാർബണൈസേഷൻ നോട്ട് ജസ്റ്റ് ഫോർ റിഡ്യൂസിങ് എമിഷൻസ് ബട്ട് ഓൾസോ ടു ബിൽഡ് എ കോമ്പറ്റേറ്റീവ് റിസീലിയൻറ്റ് ആൻഡ് ഫ്യൂച്ചർ റെഡി ലോജിസ്റ്റിക് സെക്ടർ എന്നുള്ളതാണ്. സോ നമ്മുടെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. സോ വി ഷുഡ് പ്രയോറിറ്റൈസ് ഡീകാർബണൈസേഷൻ. ആൻഡ് അത് വെറും എമിഷൻസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതല്ല, ബട്ട് ടു ബിൽഡ് എ വെരി കോമ്പറ്റേറ്റീവ് റിസീലിയൻറ്റ് ആൻഡ് ഫ്യൂച്ചർ റെഡി ലോജിസ്റ്റിക് സെക്ടർ. സോ ഇതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കീ സ്റ്റെപ്സ് നമുക്ക് നോക്കാം. ഒന്ന്, ഇൻക്രീസിങ് ദ ഷെയർ ഓഫ് റെയിൽവേസ് ഇൻ ഫ്രൈറ്റ് ട്രാൻസ്പോർട്ട് ടു കട്ട് ഡൗൺ റോഡ് ബേസ്ഡ് എമിഷൻസ് എന്നുള്ളതാണ്. അല്ലെ, നമ്മൾ പറഞ്ഞു റോഡ് ബേസ്ഡ് എമിഷൻസ് ആണ് ഏറ്റവും കൂടുതൽ ദ ഹയസ്റ്റ് കോൺട്രിബ്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അത് റെയിലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഒരുപാട് എമിഷൻസ് കുറയ്ക്കാൻ വേണ്ടി പറ്റും. പിന്നീടുള്ളത് ഇൻവെസ്റ്റിംഗ് ഇൻ ഇലക്ട്രിക് വെഹിക്കിൾ ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ളതാണ്, സച്ച് ആസ് ഇലക്ട്രിക് ഹൈവേസ് ആൻഡ് പൈലറ്റ് പ്രൊജക്ട്സ് ലൈക്ക് ഡൽഹി ജയ്പൂർ ഇലക്ട്രിക് കോറിഡോർ ടു ഗ്രീൻ റോഡ് ഫ്രൈറ്റ്. ആൻഡ് പിന്നെ ഈ ഒരു പോളിസി ഫ്രെയിംവർക്ക്സ് സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ്, ഓഫറിങ് ഇൻസെൻറ്റീവ്സും അതേപോലെ തന്നെ encouraging public-private partnership to accelerate green logistics. So the groundwork is in place. India must now scale up and fast-track its sustainable logistic transformation. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ഈ ഒരു ഡിസ്കഷൻ ഇവിടെ നിർത്താണ്. നമുക്ക് നാളെ വേറെ ടോപ്പിക്കുമായിട്ട് വരാം. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ.